അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇങ്ങനെ ഒരു ഞായറാഴ്ച ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതേപോലെ വന്നു ചേരാൻ കാണിച്ച സന്മനസ്സിന് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതെങ്കിലും മതം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വമേധയാ പിൻവലിഞ്ഞിട്ടുണ്ടോ? അവരുടെ ധാർമ്മിക ബോധത്തിൽ അത് എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ ധാർമ്മികത എന്ന് പറയുന്നത് ദൈവം പറഞ്ഞാൽ അത് ശരി, ദൈവം പറഞ്ഞാൽ അത് തെറ്റ്, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ശരിയോ തെറ്റോ എന്ന് സ്വയം മനസ്സിലാക്കി സമൂഹം കൽപ്പിച്ചു നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പോലും മനസ്സിലാക്കിയിട്ട് റോഡിൽ ഉത്സവം നടത്തുന്നതിൽ നിന്ന് പോലും പിന്മാറാൻ ഈ മതത്തിൻ്റെ വക്താക്കൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ധാർമ്മികത കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഒരു യഥാർത്ഥ ചിത്രം എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ മതവിമർശനത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഇവിടെ ഈ സെപ്റ്റംബർ 11 9/11 എന്ന് പറയുന്ന സംഭവം അത് മാത്രം നമ്മൾ എടുത്തിട്ട് ഈ കാര്യത്തെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സംഭവം ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നാലും 4 എയ്റോപ്ലെയിൻസ് ആണ് അന്ന് റാഞ്ച് ചെയ്തത്, കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ്. 4 എണ്ണം റാഞ്ച് ചെയ്തിൽ ആദ്യത്തേത് കൊണ്ടുപോയി വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരു നോർത്ത് ബ്ലോക്കിലിടിക്കുന്നു, പിന്നെ സൗത്ത് ബ്ലോക്കിലിടിക്കുന്നു. അത് കഴിഞ്ഞ് പെൻറ്റഗണിൻ്റെ ഒരു വശത്ത് കൊണ്ടുപോയി ചാർത്തുന്നു. പിന്നെ ഇതെല്ലാം അറിഞ്ഞിട്ട് 4ാമത്തെ ഫ്ലൈറ്റിനകത്തുള്ള ആളുകൾ ചെറുത്തുനിന്ന് ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുകയാണ് ചെയ്തത്. അതിലുള്ള എല്ലാ ആളുകളും മരണപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് 2977 ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു അന്ന് ഒറ്റ അപകടത്തിൽ. അതിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിനകത്ത് മാത്രം ഉണ്ടായിരുന്ന ആളുകൾ 2753 പേരാണ്. ഇത്ര ആളുകളാണ് അന്ന് ഒരു ദിവസം കൊല്ലപ്പെട്ടത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അൽ ഖൈദ എന്ന് പറയുന്ന ഭീകര സംഘടന എല്ലാവർക്കും അറിയുന്നതാണ്. ഒസാമ ബിൻ ലാദൻ ആയിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. 19 ഹൈജാക്കേഴ്സാണ് അന്ന് ഈ പണി ഒപ്പിച്ചത്. അതിൽ 15 പേര് സൗദി അറേബ്യക്കാരാണ്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത്. ഇതിൽ ചില ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഒരു ദ ഫോളിങ് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നത് നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം പിന്നീട് അറിയാൻ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ജൊനാഥൻ ബ്രീലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ശ്വാസം മുട്ടായിരുന്നു. അപ്പോൾ പുക നിറഞ്ഞപ്പോൾ ഒന്നുകിൽ ശ്വാസം മുട്ടി മരിക്കുക, അല്ലെങ്കിൽ താഴെ വീണ് മരിക്കുക, കത്തിയാൻ വരും. അതിനേക്കാളും നല്ലത് ഇതായിരിക്കുമെന്ന് കരുതിയാവണം അദ്ദേഹം ചാടി അതിൻ്റെ മുകൾ നിലയിൽ നിന്ന്. അദ്ദേഹം വീഴുന്ന സമയത്ത് അത് ഫോട്ടോ എടുക്കുന്നു. അത് വലിയ വാർത്തകളിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ് പ്രസിദ്ധി ആർജിച്ചൊരു ചിത്രമാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും. ദ ഫോളിങ് മാൻ എന്നാണ് അതിന് ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ, ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു, പലവിധം വിഷയങ്ങൾ. 19 പേരാണ് ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. 15 പേര് സൗദികളാണെന്ന് പറഞ്ഞു. ഇതിൽ പ്രധാനികളായിട്ട് നിന്നത് 2 വ്യക്തികളാണ്. ഈ 2 ആളുകൾ, ഇതിൽ ഒരാളെ നിങ്ങൾക്കറിയാം, ചിത്രം കൊണ്ട് തന്നെ മാസ്റ്റർ മൈൻഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഒന്ന് ഒസാമ ബിൻ ലാദൻ. 2ാമത്തെ ആള് ഒരു മുഹമ്മദ് ആറ്റ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ മിലിറ്റൻ്റാണ്. ഇദ്ദേഹമാണ് ഈ ഹൈജാക്കിങ്ങിന് നേതൃത്വം കൊടുത്തത്. ഒരു ആദ്യം കൊണ്ടുപോയി ഇടിച്ച ഫ്ലൈറ്റ് ഇദ്ദേഹമായിരുന്നു നിയന്ത്രിച്ചിരുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. ഇദ്ദേഹമാണ് അത് കൊണ്ടുപോയി ഇടിപ്പിക്കുന്നതും. ഇതിൻ്റെ കംപ്ലീറ്റ് സൂത്രധാരൻ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പിന്നീട് എഴുതിയ ഒരു സംഗതി ജേണലിൽ വന്നത് ഇങ്ങനെയാണ്. അതിൽ നിങ്ങൾക്ക് കാണാം, 1999 ജർമ്മനിയിൽ ഈ പറയുന്ന വ്യക്തി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു തീസിസ് എഴുതി. അർബൻ ഡെവലപ്മെൻറ്റ് ഇൻ സിറിയ എന്ന് പറയുന്ന ഒരു തീസിസ് പ്രസൻറ്റ് ചെയ്തു. ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അറിയാം, ഒരു തീസിസ് അല്ലെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ബുക്കൊക്കെ വെക്കുന്ന അറിയുമായിരിക്കും. അങ്ങനെ ഒരു 152 പേജുള്ള ഒരു തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഇദ്ദേഹം എഴുതിയത് ഖുർആനി എന്നുള്ളൊരു വേഴ്സാണ്. നമ്മളൊക്കെ എഴുതാറുണ്ട്, അക്നോളജ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കാറുണ്ട്. ഡെഡിക്കേറ്റ് ദിസ് വർക്ക് ടു. പുസ്തകം എഴുതിയ ആളുകൾക്കൊക്കെ അറിയാം, ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും അറിയാം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ സഹപാഠികൾക്കും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ എൻ്റെ സഹധർമ്മിണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തത് ആർക്കാണ്? ഇതുപോലെ ഖുർആനിലൊരു വാചകമാണ്. ആ വാചകത്തിലേക്ക് വരാം. അപ്പം അന്ന് അത് എഴുതിയപ്പോൾ ഇവരതിനെ നിരീക്ഷിക്കുന്നത്
അന്ന് തന്നെ ഇയാളിലുള്ള ആ ഒരു റാഡിക്കലൈസേഷൻ മണത്ത് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തി എങ്ങനെയാണ് മത ആശയം തലയിലേക്ക് കയറി കഴിയുമ്പോൾ അതിൽ ഇങ്ങനെ ജീവിച്ച് അത് മാത്രം തലയിൽ കൊണ്ട് നടന്ന് അത് എല്ലാ സ്ഥലത്തും പ്രകടിപ്പിക്കുന്ന ഒരു പ്രകടനപരത പോലും അതിലേക്ക് വരുന്നതൊക്കെ എങ്ങനെയെന്നുള്ളത് പിന്നീട് നമുക്ക് കാണാൻ കഴിയാണ്. അദ്ദേഹം ഒന്ന് എഴുതിയ ഖുറാനിക സൂക്തം ഇതാണ്: ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയ വമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ഇതാണ് അദ്ദേഹം എഴുതിയത്. ഖുറാനിലെ 6-ാമത്തെ അധ്യായം 162-ാമത്തെ സൂക്തമാണ്. ഖുറാനിലുള്ളൊരു വാചകമാണ്. ഇത് നമ്മൾ നിസ്കാരത്തിലൊക്കെ എപ്പോഴും ചൊല്ലുന്നതുമാണ് ഈ വിശ്വാസികൾ. ഇത് മുഹമ്മദ് അത്ത മാത്രമല്ല തൻ്റെ കിതാബിൽ എഴുതിയത്. വേറെയും ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ എഴുതിയിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഇതിലൊരു വ്യക്തിയാണ് അത് എഴുതിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞു, ഈ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് കോളേജിലെത്തി. ഫസ്റ്റ് ഇയറിൽ കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന ഒരു റെക്കോർഡ് ബുക്ക് വന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഞാൻ എഴുതിയതും ഇതേ സാധനം തന്നെയായിരുന്നു. എത്രമാത്രം നമുക്ക് ഇത് നമ്മളെ സ്വാധീനിച്ചു എന്നുള്ളത്. അതായത് അന്ന് നമ്മളെ മനസ്സിൽ എന്താണ് അമേരിക്ക സാമ്രാജ്യത്വ ഭീകര സത്വം അല്ലേ, അങ്ങനെയുള്ള ഒരു ഭീകര സത്വത്തിന് കൊടുത്ത പ്രഹരമായിരുന്നു ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം. അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ അൽ ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദനാണ്. അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത് മുഹമ്മദ് അത്തയാണ്. മുഹമ്മദ് അത്ത എന്ന് പറയുന്ന ആൾ തികഞ്ഞ വിശ്വാസിയാണ്. തൻ്റെ ഓരോ ചുവടിലും മതത്തിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. നമ്മളൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരിക്കും മുഹമ്മദ് അത്ത. ഇതായിരുന്നു അന്ന് എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ ഒരു ഹീറോ ആയിരുന്നു സത്യത്തിൽ മുഹമ്മദ് അത്ത. പക്ഷേ അതിലൊരാൾ പൊട്ടിത്തെറിച്ചു. ഇന്നിപ്പോൾ ഒരാൾ ഇതേപോലെ ഇസ്ലാമിനെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണിപ്പോൾ കാലം കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത്. അതാണ് അതിലേക്ക് വഴി വെച്ചത് എന്ത്? ഇതുപോലെയുള്ള കൂടിച്ചേരലുകളും ഇൻ്റർനെറ്റ് തന്നെയാണെന്ന് പ്രധാനമായിട്ട് പറയും. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, ഇൻ്റർനെറ്റ് നമുക്ക് ഇസ്ലാമിന് അന്ത്യം കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കേതമായിരിക്കും ഈ ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിവരങ്ങൾ അറിയാനും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധമുണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകൾ വർദ്ധിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് പൊട്ടിത്തെറിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.